നമസ്കാരം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ് യാത്ര ഉത്തർപ്രദേശിൽ പ്രവേശിച്ചതിന് പിന്നാലെ പുറത്തുവരുന്നത് ഗാന്ധി കുടുംബത്തിലെ തന്നെ ഭിന്നതയാണ്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ഭിന്നത എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഭാരത് ന്യായ് യാത്രയിൽ സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി വിട്ടുനിൽക്കുന്നതിൽ എന്തോ ഒരു പന്തികേട് ഇല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഉടമസ്ഥാവകാശം ആർക്കെന്ന തർക്കമാണ് പ്രിയങ്ക ഗാന്ധി ന്യായ് യാത്രയിൽ വിട്ടുനിൽക്കുന്നതിന്റെ പ്രധാന കാരണമെന്നാണ് ഉയരുന്നത്. ഉത്തർപ്രദേശിൽ പ്രവേശിച്ച ഭാരത് ന്യായ് യാത്രയിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് പ്രിയങ്ക ഗാന്ധി നേരത്തെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പ്രിയങ്ക ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആരോഗ്യം പൂർവ്വസ്ഥിതിയായാൽ യാത്രയിൽ പങ്കെടുക്കുമെന്നും പ്രിയങ്ക അറിയിച്ചിരുന്നത്രേ. ഭാരത് ന്യായ് യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്ത UPയിലെ എന്റെ സഹപ്രവർത്തകർക്കും എന്റെ പ്രിയ സഹോദരനും ഇന്ന് ഛതൗലിയിൽ എത്തുമ്പോൾ എല്ലാവിധ വിജയങ്ങളും നേരുന്നുവെന്നാണ് പ്രിയങ്ക അറിയിച്ചത്. എന്നാൽ രാഹുലുമായുള്ള തർക്കത്തെ തുടർന്നാണ് പ്രിയങ്ക യാത്രയിൽ പങ്കെടുക്കാത്തതെന്ന് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ഉടമസ്ഥാവകാശത്തിനു വേണ്ടി സഹോദരനും സഹോദരിയും തമ്മിലുള്ള പൊരുത്തപ്പെടാനാവാത്ത വിള്ളൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് അമിത് മാളവിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. ഭാരത് ന്യായ് യാത്ര 2.0 ആരംഭിച്ചിരിക്കുകയാണ്. പ്രിയങ്കയെ യാത്രയിൽ കാണാനില്ല. രാഹുലും സംഘവും UPയിൽ എത്തിയിരിക്കുകയാണ്. പ്രിയങ്കയെ അവിടെ എവിടെയും കാണാനില്ല. പാർട്ടിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള തർക്കം എല്ലാവർക്കും അറിയുന്നതാണെന്നും മാളവ്യ പറയുകയുണ്ടായി. ഭാരത് ജോഡോ യാത്രയുടെ തുടർച്ചയായി രാഹുൽ ഗാന്ധി ജനുവരി 14-ന് മണിപ്പൂരിൽ നിന്ന് മുംബൈയിലേക്ക് ആരംഭിച്ചതാണ് ഭാരത് ന്യായ് യാത്ര. ഇംഫാലിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. വെള്ളിയാഴ്ചയാണ് യാത്ര ഉത്തർപ്രദേശിൽ പ്രവേശിച്ചത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം. 14 സംസ്ഥാനങ്ങളിലെ 85 ജില്ലകളിലൂടെ 6200 കിലോമീറ്ററാണ് യാത്ര പിന്നിടുന്നത്. സമാപനം മാർച്ച് 2-ന് മുംബൈയിൽ വെച്ച് നടക്കുമെന്നാണ് പറയുന്നത്. രണ്ടാം യാത്ര കൂടുതലും പ്രത്യേക ബസ്സിലാണ്. ചിലയിടങ്ങളിൽ മാത്രമാണ് പദയാത്ര. മണിപ്പൂർ, നാഗാലാൻഡ്, അസം, മേഘാലയ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത്. സാധാരണ ഒരു യാത്ര നടക്കുമ്പോൾ പാർട്ടി ശക്തിപ്പെടുകയാണ് ചെയ്യുക. എന്നാൽ ഒരു പാർട്ടി ഇല്ലാതാകുന്നത് ഇത് ആദ്യമായിട്ടാകും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.